ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ, ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഗോതമ്പ് പൊടിയും മുട്ടയും കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് പൊട്ടിക്കുക. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഒരു വലിയ സവാള കുനുകുന കട്ട് ചെയ്തതും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കുനുകുന കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് അത്യാവശ്യം ഒന്നങ്ങ് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെ അളവ് കുറച്ച് വെളുത്തുള്ളിയുടെ അളവ് കൂട്ടിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം, പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അതിൻ്റെ പച്ചമണം പോയ ശേഷം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഓൺ ചെയ്യാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി നോക്കിയെടുത്തിട്ട് അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത് തക്കാളി വെന്തുടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് സോഫ്റ്റായി കിട്ടിയെന്ന് അതുവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അതൊന്ന് വഴന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ഗരം മസാലപ്പൊടി ഇല്ലാത്തവർ ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. ആ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം പോയ ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാപ്സിക്കം, ക്യാബേജ്, അങ്ങനെ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ 2 എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. പിന്നെ ഉരുളക്കിഴങ്ങാണ് ക്യാരറ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വഴറ്റിയെടുത്തതാണല്ലോ. ഇടയിലൊന്ന് മൂടി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതപ്പോൾ ഞാൻ 2 തവണ മൂടി തുറന്ന് ഇടയിലൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമ്മളുടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. വേറൊരു ബൗൾ എടുത്ത് വെക്കുക. അതിലേക്ക് ഞാൻ 3 മുട്ടയാണ് ഇപ്പോൾ പൊട്ടിച്ചൊഴിക്കുന്നത്. 3 or 4 മുട്ട വരെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കി മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഉപ്പ് നോക്കി മാത്രം ചേർത്ത് കൊടുക്കുക. മുട്ട ഒന്നങ്ങ് ബീറ്റാക്കി കലക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് മൈദപ്പൊടിയിലും ചെയ്തെടുക്കുക. മൈദപ്പൊടിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. പക്ഷേ ഗോതമ്പ് പൊടി ആകുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് എടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഹെൽത്തി ആയിട്ട് കഴിക്കാനും വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മുട്ടയുടെ ഒരു നനവ് കൊണ്ട് നമ്മുടെ പൊടി നമുക്ക് നനച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് വെള്ളമോ പാലോ ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കണം ഈ ബാറ്റർ. ഞാനിപ്പോൾ 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ നോക്കി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ബാറ്റർ ഞാൻ ലൂസാക്കി എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പൊടി മുഴുവനായിട്ട് ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പാലൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വിസ്ക് വെച്ച് നമ്മളിത് ഇളക്കുന്ന സമയത്ത് നമുക്ക് കട്ടയൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇളക്കുന്ന സമയത്ത് മനസ്സിലാവും ഇത് നല്ല ടൈറ്റ് ആണെങ്കിൽ വീണ്ടും പാലോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ലൂസാക്കി എടുക്കുക. ഞാനിപ്പോൾ 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ ഞാൻ നല്ലപോലെ ഒന്ന് ഇത് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസായി പോവരുത്, അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റായി പോവുകയും ചെയ്യരുത്. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സ്നാക്ക് നല്ല സോഫ്റ്റായിട്ടും കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് കലക്കി മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക. മസാല ഒന്ന് അങ്ങ് ആറണം. നല്ല ചൂടൊന്ന് ആറിയ ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മുഴുവനായിട്ട് ഇടണ്ട,
കുറച്ച് മാത്രം ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നല്ല ചൂടോട് കൂടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഈ ബാറ്ററിലേക്ക് നമ്മുടെ മസാല നല്ല ചൂട് ഒന്നങ്ങ് ആറിയ ശേഷം മാത്രം ഒന്നങ്ങ് ഇട്ട് കൊടുക്കുക. എന്നാൽ ഒരുപാട് നേരം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യും വേണ്ട. നല്ല പോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. ഞാനൊരു പഴയ ദോശത്തവ സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് കുക്ക് ചെയ്യാനായിട്ടുള്ള പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദോശത്തവയോ തട്ടോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് പാൻ വെച്ച് കൊടുത്തിട്ട് ഓയിലോ നെയ്യോ എന്തെങ്കിലും അതിലേക്ക് ആക്കി കൊടുത്തിട്ട് ആ പാനിൻ്റെ എല്ലാ വശത്തേക്കും അതൊന്ന് ആക്കിയ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സ്നാക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സ്നാക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പാച്ചിലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് നിരത്തി കൊടുത്തിട്ട് ഒന്നങ്ങ് ലെവലാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് ലെവലാക്കി എടുത്ത ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാല കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ പോലെ ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു ഞാൻ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതന്നെ വേണമെന്നില്ല, വേറെ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ അതുപോലെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് മല്ലിയില കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്ന സമയത്ത് കാണാനും വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. മല്ലിയില കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യുക കുക്കായി വരുന്നത് വരെ. അപ്പോൾ സമയം ഞാൻ പറയുന്നില്ല, ഓരോരുത്തർ എടുക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനും ഇതിനൊക്കെ അനുസരിച്ച് ഇതിൻ്റെ വേവിൽ വ്യത്യാസം ഉണ്ടാവും. വെന്തു എന്നുള്ളതിൻ്റെ അർത്ഥം ഇതിൻ്റെ 4 വശം ഇങ്ങനെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടാവും. ഒരു സ്പാച്ചില വെച്ച് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് അത് ആ സ്നാക്ക് ആ പാനിൽ കിടന്നിട്ട് ഇങ്ങനെ തിരിയും കേട്ടോ. അപ്പോഴാണ് നമുക്കിത് വെന്തു എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ അടിവശം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാവുക. ആ സമയത്ത് നമുക്കിത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതേ പ്ലേറ്റ് കൊണ്ട് തന്നെ ആ പാനിലേക്ക് വീണ്ടും ഇതൊന്ന് അതിൻ്റെ മുകൾ വശം കുക്കാവാനും വേണ്ടിയിട്ട് ആ പാനിലേക്ക് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് മുകൾ വശം വെന്ത് കിട്ടും. കാരണം ഓൾറെഡി ഇത് കുക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇനി വേവാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തത്. ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചിട്ട് ആ മുകൾ വശം കൂടി ഒന്ന് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതപ്പോൾ നമ്മുടെ സ്നാക്ക് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് തികച്ച് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ മൊഞ്ചുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ടാണെങ്കിലും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമാവും, നമ്മുടെ മക്കൾക്കും ഇഷ്ടമാവും. ഇതിൻ്റെ ഒരു പീസ് കഴിച്ചാൽ മതി നമുക്ക് വയറ് നിറയാനായിട്ട് കേട്ടോ. അത്രയും ഉണ്ട് ഇത്. ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനലിൽ ഞാൻ നല്ല നല്ല സ്നാക്ക് റെസിപ്പീസൊക്കെ അടിപൊളി റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.